എല്ലാവരുടെയും പ്രധാനപ്പെട്ട സംശയമാണ്. എന്താ സംശയം? എന്താ സംശയം? സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ലീവ് കട്ട് ഫ്രണ്ട് കഴുത്ത്, കൈക്കുഴി, മെയിൻ 3 ടക്ക് എല്ലാം ശരിയായില്ലേ? അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. എല്ലാവരുടെയും പ്രധാനപ്പെട്ട സംശയമാണ്. എന്താ സംശയം? എന്താ സംശയം? സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് മിച്ചം ഇത്രയും തുണിയുണ്ട്. ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരുവിധപ്പെട്ടവർക്കെല്ലാം നമുക്ക് വെട്ടാനുള്ള ഏകമാർഗം. നമ്മളെല്ലാം ലുബ്ധിച്ച് നമ്മൾ ഇത്രയൊക്കെ ചെയ്തു. നമുക്ക് അതേ ഇച്ചിരി പീസ് ഇവിടെയുണ്ട്. നമ്മൾ ഇതിൽ നിന്നും നമ്മൾ ഏതെടുക്കും? ആ താഴത്തെ ബെൽറ്റിനുള്ളതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് എടുക്കും. നമ്മൾ ഇത് ഫുള്ള് കറക്റ്റായിട്ട് മടക്കിയിട്ടേച്ച് ഒന്നുകൂടെ നമ്മൾ മടക്കിയിടുന്നു. കണ്ടല്ലോ, മടക്കിയിട്ടേച്ച് നമ്മൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ കൈ എടുക്കുന്നത്. അപ്പം നോക്കണം, ഇവിടം വരെയാണ് കട്ടിങ് വന്നേക്കുന്നത്. നമുക്ക് ഇല്ലാതെ വന്നേക്കുന്നത് ഇവിടം വരെയാണ്. അപ്പം ഇവിടം വരെ നമുക്ക് ഇറക്കം എടുക്കാം. അപ്പം നോക്കട്ടെ ഞാൻ എത്ര ഉണ്ടെന്ന്. 11.5. എനിക്ക് ധാരാളം മതി. എനിക്ക് 11.5 വേണ്ട, എനിക്ക് 11 മതി. കാരണം ആ പീസെല്ലാം കൂട്ടി അടിച്ച് ചേർക്കാനായതുകൊണ്ട് എനിക്ക് 11 കൈയിറക്കം മതി. അപ്പം ഞാൻ 11 എടുക്കുന്നു. ഇവിടെയും കൈയിറക്കം എത്ര എടുക്കുന്നത്? 11 എടുക്കുന്നു. കണ്ടോ, ഒരു പ്രശ്നവുമില്ല. ഇനിയത്തെ നിങ്ങളുടെ വിഷയം, നിങ്ങൾ വിഷയം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇവിടെ വിഷയമില്ല. പഠിച്ചു എത്രയാണ് നമ്മുടെ റിഗാളിൻ്റെ അല്ലെങ്കിൽ ക്യാപ്പ് ഹൈറ്റ് അല്ലെങ്കിൽ ഡൗൺ കുഴി എന്നൊക്കെ പറയുന്നത് എത്ര വേണം? 38 അല്ലെ 39 ചെസ്റ്റുള്ള ഒരാൾക്ക് എത്ര ക്യാപ്പ് ഹൈറ്റ് വേണം? അതും ഞാൻ ഇന്നാളിൽ പറഞ്ഞതാണ്. ഡിവൈഡഡ് ബൈ 10 തന്നെയാണ്. അപ്പം എത്ര കിട്ടും? 3.8. അപ്പം കറക്റ്റ് 3.8 തന്നെയാണ് എനിക്ക് ഇറക്കം വേണ്ടത്. കണ്ടല്ലോ, 3.8 ഞാൻ 8 ഒരു മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് ഞാൻ താഴോട്ട് ഇവിടെ നിന്നിങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇത്രയും വരപ്പടി കിട്ടിയില്ലേ? ഇതിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ എത്ര വീതി വേണമെന്നൊന്നും നിങ്ങൾ തപ്പണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി എത്രയാണെന്ന് നമ്മൾ നോക്കുന്നു. നമ്മൾ ബാക്ക് പാർട്ടേ നോക്കാവൂ, ഫ്രണ്ട് പാർട്ട് എടുത്ത് നോക്കല്ലേ. ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുമല്ലോ, അത് പോകണം കേട്ടോ. അത് പോയിട്ടേ നമ്മൾ നോക്കാവൂ. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ട് കറക്റ്റ് 8.5 ഇഞ്ച് എനിക്കുണ്ട്. കറക്റ്റ് 8.5 ഇഞ്ച്. ആ 8.5 ഇതിവിടെ ഇങ്ങനെ പിടിക്കണം. ഈ പോയിന്റിൽ പിടിച്ചിട്ട് ഈ ലൈനിൽ എവിടെയാണ് 8.5 വരുന്നത് നോക്കുന്നു. പക്ഷേ കറക്റ്റ് 8.5 വേണ്ട. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ വളച്ചാൽ വെട്ടാൻ പോകുന്നത്. അപ്പം നേർരേഖയിലാണെങ്കിൽ 8.5, അത് വളഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് 8.25 പോകും അല്ലേ. അതുകൊണ്ട് 8.5 സ്വല്പം കൂടെ പുറകിൽ 8.4 നമുക്ക് അടയാളപ്പെടുത്തണം. 4 ഇഞ്ച് കുറച്ച് ഞാൻ അടയാളപ്പെടുത്തി 8.4. ഇത്രയും മനസ്സിലായോ? ഇതിവിടെ ആദ്യം നമുക്ക് വേണ്ട അളവ് നമ്മൾ ഹൈറ്റ് മാർക്ക് ചെയ്തു. നമ്മുടെ റിഗാളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് എത്ര നമ്മൾ കണ്ടുപിടിച്ചു. അത് 3.8 വെച്ച് ഞാൻ വരച്ചു. നിങ്ങൾ ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഒരു 36, 38കാർക്കൊക്കെ 3.5 എടുത്താലും മതി. വലിയ നിങ്ങളൊന്നും ചിന്തിക്കണ്ട. 40, 41 വരുമ്പോഴത്തേക്കിനും ഒരു 3.25, 4നും 3.25 ഇടയ്ക്ക് നിൽക്കുന്ന ഒരു അളവ് നിങ്ങൾ മനസ്സിൽ കണക്കാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ടേപ്പിൻ്റെ ഒരെൻഡ് ഈ മൂലയെ പിടിക്കുന്നു. കാരണം ഇവിടെ പോകാനൊന്നുമില്ല, മടക്കി അത് ക്ലോസ്ഡ് ആയ ഏരിയയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ഈ വരയിൽ എവിടെയാണ് നമ്മളുടെ ആം ഹോൾ റൗണ്ടിൻ്റെ അളവ് അത് നോക്കുന്നു. അതെനിക്ക് കറക്റ്റ് 8.5 പക്ഷേ 8.5 എടുക്കരുത്. എത്ര എടുക്കാവൂ? 4 ഇഞ്ച് കുറച്ച് ഞാൻ അവിടെ ഒരു പോയിന്റ് വരച്ചു. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ എടുക്കണം? നമുക്ക് കൈയുടെ അടിവണ്ണം എത്രയാണെന്ന് നമ്മൾ നോക്കുന്നു. അടിവണ്ണം ഞാനിപ്പം തൽക്കാലം ഇവിടെ ഒരു 5.5 കൊടുക്കുന്നു. അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും സീമുണ്ട്. ഇവിടെ കിടന്നോട്ടെ, നമുക്ക് വെട്ടിക്കളയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്കത് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഇങ്ങനെയല്ല ശരിക്കും വരയ്ക്കേണ്ടത്. നമ്മുടെ മറ്റേ ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതാണ് നല്ലത്. പോട്ടെ. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? നമുക്കൊന്നും നോക്കണ്ട. അതെ, നമുക്കിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുമല്ലേ ഈ ഡിസൈൻ അല്ലേ? ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇതിലോട്ട്
പിടിച്ച് ഇത്രേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നും നമുക്കിനി ചിന്തിക്കാനില്ല. കണ്ടോ? ഇനി ഞാൻ എത്ര വരച്ചാലും ഇത് തന്നെയാണ്, വേറൊരു വര വരാൻ പോകുന്നില്ല. കണ്ടല്ലോ? ഇനി ഞാനിത് വെട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാൻ 2 പീസ് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് കുഴിച്ചു വിട്ടു. അപ്പം ഞാനിത് കട്ട് ചെയ്തോട്ടെ. ഇനി സംശയം വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇനി സാരി ബ്ലൗസിൻ്റെ കൈ വെട്ടാൻ അറിയത്തില്ല എന്നൊന്നും പറഞ്ഞ് ആരും വന്നേക്കല്ലേ. എനിക്ക് പേടിയാ, എനിക്കറിയത്തില്ല, ഞാൻ തയ്ച്ചാൽ ശരിയാകത്തില്ല, ഇങ്ങനെ ഒന്നും ആരും പറഞ്ഞേക്കല്ലേ. ഇതൊക്കെ വിശദീകരിച്ച് ഞാൻ ഇവിടെ ഇന്നോ ചന്ദ്ര ഇട്ടേക്കണേ. പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മളിതിനെ നിവർത്തിയിടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടണം. അതിന് നിങ്ങളൊന്നും പേടിക്കണ്ട. ഏതാണ്ട് നമ്മൾ ഇവിടെ വരുമ്പോഴേ ഒരു ഷേപ്പ് വരുന്നത്, ആ ഷേപ്പിൻ്റെ ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് പോയിന്റ്, 3/4 ഇഞ്ച് ഒരു പോയിന്റ് നോക്കട്ടെ എത്ര വരുമെന്ന് ഞാനിത് കറക്റ്റ് പറയാം. ഇത് 0.5 അല്ല, ഇതൊരു 0.7 ഉണ്ട്. 0.7 ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് 0.7 വെച്ചിട്ട് ഇങ്ങനെ ഇതിലോട്ട് കൊണ്ടുവന്ന് പൊട്ടിക്കുക. ഇവിടും തുടങ്ങി ഇങ്ങനെ വന്ന് ഇതിങ്ങനെ മേളിലോട്ട് ഇങ്ങനെ എത്തിച്ചേക്കാം. കണ്ടോ? നമുക്കിതും കൂടെ കണ്ടോ? ഇത്രയും നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. നോക്കിക്കേ നിങ്ങൾ, കണ്ടോ? ഇത് കണ്ടോ ഷേപ്പ്? ഇത്രയും പോണം കേട്ടോ. അപ്പം നമ്മുടെ സ്ലീവും റെഡിയായി. ഞാൻ ഇതിൽ നിന്നാണ് ബെൽറ്റ് എടുക്കാൻ പോകുന്നത്. ബെൽറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ പെട്ടെന്ന് പറഞ്ഞു തരാം. ബെൽറ്റ് എടുക്കാനായിട്ട് എൻ്റെ അടിവണ്ണം എന്ന് പറയുന്നത് 30 എത്ര നമ്മൾ പറഞ്ഞ 32. അപ്പോൾ 8 മതി. 8ഉം 1ഉം 9.5 അല്ലെ, 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ നമുക്ക് 9.5 ഇഞ്ച് അല്ലെ 10, മാക്സിമം 10 ഇഞ്ചിൽ ഞാൻ ഈ തുണി 2ആയിട്ട് മടക്കി ഇട്ടു. കണ്ടല്ലോ? ഈ മിച്ചമുള്ള തുണി ഇത് 2 പീസാണേ. ഇത് കണ്ടോ? 2 തുണിയാണേ. ഇതിനെ മടക്കി ഇട്ടു. അപ്പം എനിക്ക് വിട്ടത് വരുന്ന 5 കേട്ടോ, 5 ഇഞ്ച് വീതം. ഇനി നമ്മൾ ഇവിടെ നമുക്കൊരു തയ്യൽ തുമ്പ് എല്ലാം കൂടെ ചേർത്ത് ഒരു 4.5 ഇഞ്ച് ഹൈറ്റ് എടുക്കുന്നു. 4.5 ഇഞ്ച്, അതിലൊരു 1/2 ഇഞ്ച് ഇവിടെയും പോവും, 1/2 ഇഞ്ച് ഇവിടെയും പോവും അല്ലേ. അപ്പോൾ നമുക്ക് 3.25 എടുത്തുള്ളൂ. ഇവിടെ നമ്മൾ 4.5 എടുത്തെങ്കിൽ നമുക്ക് ഇവിടെ എത്ര മതി? 4 മതി. 4 കേട്ടോ, 4 1/2 ഇഞ്ച് കുറച്ച്. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഇതിലോട്ട് ചെറുതായിട്ട് ഇങ്ങനൊരു ഷേപ്പ് വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് കട്ട് ചെയ്തെടുക്കും. കണ്ടോ? ഇതാണ് നമ്മളുടെ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ? നമ്മുടെ ബെൽറ്റ് 2ഉം റെഡി. ഇനി ബാക്കി നമുക്ക് മറ്റേ അതിൻ്റെ തുണിയെന്നും ഇതെല്ലാം ഇനിയും നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിലൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ പിടിപ്പിക്കാൻ ഹുക്കും ഇതൊക്കെ പിടിപ്പിക്കാനുണ്ട്. നമുക്ക് ഈ തുണികളാണ് നല്ലത് കേട്ടോ. ഇത് നമുക്ക് ഹായ് കൂട്ടുകാരെ, നമ്മൾ ചുരിദാറൊക്കെ തയ്ച്ചിട്ടുകൊണ്ട് വരുന്ന പോലെ സാരി ബ്ലൗസ് തയ്ച്ച് ഇട്ടുകൊണ്ട് വന്നു. തയ്യൽ വീഡിയോ എനിക്കിടാൻ പറ്റിയില്ല, കാരണം പെട്ടെന്ന് സാരി ഉടുത്തുകൊണ്ട് ഇന്ന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തയ്ച്ചു. വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, സോറി. ഞാൻ തയ്ച്ച വീഡിയോ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ ബ്ലൗസ്. ഇഷ്ടപ്പെട്ട ചുളുക്കൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 16.4 ഇഞ്ച് ഇറക്കമൊക്കെ എടുത്ത്